ഇന്നലെ ഞാൻ ന്യൂയോർക്കിൽ പോയേക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയെ കാണാനും പിന്നെ ന്യൂയോർക്ക് കാണാനും ഒക്കെ ആയിട്ട് ഞാൻ ന്യൂയോർക്കിൽ പോയി. അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേ ലെങ്തിയാണ്. അപ്പോൾ അത് ഫുൾ എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ന്യൂയോർക്കിൽ ഇന്നലെ പോയിട്ട് ഞാൻ വന്നപ്പോൾ കുറേ താമസിച്ചു. ഫുൾ ടയർഡായി. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ടയർഡായിട്ടില്ല. ഭയങ്കരമായിട്ട് ടയർഡായി. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേനും സമയം 11 മണിയായി. ഇന്നെനിക്ക് ഫുൾ ദേഹമൊക്കെ ഫുൾ വേദന, ഒന്നും ചെയ്യാൻ വയ്യ. ഞാൻ എന്നിട്ട് പോയി ഒന്ന് ചൂടുവെള്ളത്തിൽ പോയൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി. നല്ല വിശക്കണം. അപ്പോൾ എനിക്കിന്നിന് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബിബിനോട് പറഞ്ഞു ഇന്ന് നമുക്ക് ഒരു ദിവസം പുറത്തുനിന്നാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിക്കാൻ പോവാണ്. സോ വെൽക്കം ടു. ഞാൻ റെഡിയായി. കുച്ചുവാടാ. പണ്ട് ബിബിന് ചൈനീസ് ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് ചൈനീസ് ഫുഡ് ഒട്ടും ഇഷ്ടമില്ല, ബിബിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് 7-Eleven പോകണം, ബിബിന് ചൈനീസ് ഫുഡ് പോകണം. കുച്ചുവിന് എവിടെ പോകണം? കുച്ചുവിന് മെക്ഡൊണാൾഡ്സ് പോകണം. അപ്പം നമ്മൾ 3 പേരും തമ്മിൽ അത്യാവശ്യം നല്ലൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. I don't like anything from McDonald's. That you know, right? No, you can. ഞാനല്ലല്ലോ, വീനല്ലേ ചൈനീസ് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും തീരുമാനമാക്കാന്ന്. വീന് ചൈനീസ് അല്ലെങ്കിൽ ചൈനീസ്. ഏതെങ്കിലും നല്ല ചൈനീസ് കൊണ്ടുപിടിക്കെങ്കിൽ. ചൈനീസ് എനിക്ക് പറ്റത്തില്ലല്ലോ. എനിക്ക് ഓക്കെയാ. ചേട്ടന്റെ ഇൻഫ്ലുവൻസ് എന്നെ മനു കൂടെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ 7-Eleven മാറി. 7-Eleven ആണോ 8-Eleven ആണോ 9-Eleven ആണോ? ഇല്ല, ഇപ്പൊ എനിക്ക് ചൈനീസ് ഞാൻ മാറി തിരിഞ്ഞു. ചിപ്പോട്ട്ലയോ? കുച്ചുവിന് വോക്ക് ചെയ്യണോ? വോക്ക് ചെയ്യാം. റെഡിയാണോ? നീ കൂടുതൽ പറയരുത്, നിന്നെ അവിടെ വരെ ഞാൻ നടത്തിക്കും. അവസാനം ചിപ്പോട്ട്ലയാണോ? അപ്പൊ ഏതാ റിച്ച് കൺട്രി? ഏതാ? US and Monaco. Vatican City is the best country. The same thing from yesterday. അതിനകത്ത് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? കപ്പ് കിട്ടാൻ വേണ്ടിട്ടാണോ അവിടെ? No, there's food too. മിസ് ചെയ്തോടാ. Did you miss me yesterday? Not much. No. I had the most best day in the world without you. Without me? Then amma പോയേക്കാം. I ate Papa John's and full day TV കണ്ടാണ്. No. No. Okay. ബെസ്റ്റ് ഡേ ആയാലും അങ്ങനെ ഫുൾ ടൈം TV കണ്ടു കാണും അല്ലേ? ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഫുൾ ടൈം. I finished everything yesterday, remember? Remember? സ്റ്റാർട്ട് ചെയ്യുവനെ ഈസി ഇട്. ഞാൻ ഇപ്പൊ തന്നെ കരിഞ്ഞു പോകും. Your fries. I don't know. സ്റ്റാർട്ട് ചെയ്യുവനെ. കുച്ചു എന്താ അവിടെ മേടിച്ചോ? Yeah, thank you. It's ours. Thank you. Can I have it, please? Happy. അമ്മയ്ക്ക് ഒരു സിപ്പ് വേണം ലെമണേഡിന്റെ. Just a tea like this, look. Okay. Show the cup. Can I? പക്ഷെ സെയിം വന്നില്ലേ? നോക്കട്ടെ. Yeah, because it's the same store. We got it. We have to go. Two of them. You have two of them. We have to get a different McDonald's. അവിടെ എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണ്ടല്ലോ. മടങ്ങ് പാഡ്തായ് ഉണ്ട്. അവരുടെ പാഡ്തായ് വേറെ ടേസ്റ്റ് ആയിരുന്നല്ലേ കുച്ചു? നമ്മൾ വന്ന വർഷം അവിടെ പോയിട്ട് അവിടെ നമ്മൾ അവിടെ പോയി ഇരുന്നെന്ന് തോന്നുന്നു അല്ലേ? ഇരുന്നിട്ട് ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നു പച്ചക്ക് ഇരുന്നുണ്ട് നമ്മൾ ഇറങ്ങി ഓടി. പക്ഷെ അടിപൊളിയല്ലേ? കുറെ ഫുഡ് കിട്ടും. അത് കുറെ ഒരു ഗ്രൂപ്പായിട്ട് പോയാലേ പറ്റത്തുള്ളൂ. നിന്റെ ഫുഡ് എടുത്തോണ്ട് പോരാ, അവിടെ പോയിരുന്ന് കഴിക്കാം. Kuchu, you are having your food, okay? You are going to eat your food. Okay. എന്റെ ഫുഡ് വേണമെന്ന് പറഞ്ഞോണ്ട് വരരുത്. ഇവിടെ കയറിയ നല്ലായിരുന്നു. ഇന്നലെയാണ് ഞാൻ ന്യൂയോർക്കിൽ വെച്ച് പകുതിയായപ്പോ എന്റെ ഫോണിന്റെ ചാർജൊക്കെ തീർന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്ത് കണ്ണു അടച്ചൊരു കടയിലോട്ടങ്ങ് കയറി. ഒരു ബൊട്ടീക്ക് പോലത്തെ ഒരു തുണിക്കട. നമ്മൾ ഈ വലിയ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണത്തില്ലേ, സ്റ്റൈലിസ്റ്റ് ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു തുണിക്കട. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്യട്ടെ. അവരൊന്ന് ചാർജ് ചെയ്തു. എന്നിട്ട് അവരെന്നെ തുണികളൊക്കെ കാണിക്കാൻ തുടങ്ങി, സെയിലാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സെയിലിലുള്ള ഡ്രസ്സിന്റെ വില തന്നെ $500. $500 സെയിലിൽ കിടക്കുന്ന ഡ്രസ്സിന്റെ വില.
അവിടെ ഒരു $200 കുറഞ്ഞ ഒരു 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 ടീഷർട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ കുറെ നേരം ചുമ്മാ എനിക്കിതെല്ലാം ഞാൻ എപ്പോഴും ഇതൊക്കെ മേടിക്കുന്നതാന്നുള്ള രീതിയിൽ അതുവഴി കറങ്ങി നടന്നു. You want to try this chopstick? ഇത് ഓടിക്കണ്ടേടാ കുഞ്ചു, ഇത് ഓടിക്കണ്ടേ? ഇത് ഓടിക്കണ്ടേ ഇതിനെ? Octopus, baby octopus. How do you open that? നല്ലതാണ്. Do you want to taste this wasabi? I don't like wasabi. Do you know what is that? I don't. ഭയങ്കര എരിവാ കുച്ചു. ബ്രെയിൻ ഫ്രീസ് ആവും. ബ്രെയിൻ ഫ്രീസ് ഒരിച്ചിട്ട് എടുക്കാനുള്ളൂ. Nothing, you didn't feel anything at all? ഇനി എന്താ ചെയ്യുന്ന? വാച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കുച്ചു എപ്പോഴും. No, you are not. ഞാൻ അടുത്ത റെസ്റ്റോറന്റ് ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് ഇനി വീണ എടുക്കാം. എനിക്ക് സ്റ്റേക്ക് ഇടുന്നത് കട പറ സ്റ്റേക്ക്. ഇതിന്റെ ലഞ്ച് കഴിഞ്ഞ് ഇനി വേണം ഡിന്നറിന് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന്റെ സ്റ്റേക്ക് കഴിക്കുന്നത്. നമുക്ക് സ്റ്റേക്ക് ആണ് കഴിക്കുന്നത്. He wants another, but since I'm gonna get another, so it's gonna be a different McDonald's. It's gonna be our school McDonald's. നീ ഇങ്ങനെ മീറ്റ് കഴിക്കത്തില്ലേ? നീ ഭയങ്കര വെജിറ്റേറിയൻ ആണോ? ഇന്നലെ കൊണ്ടുവന്ന ഇരിപ്പുണ്ടോ ഫ്രിഡ്ജില്? എനിക്ക് വേണ്ടവനെ. തൽക്കാലത്തേനുള്ള ഫുഡ് ഹണ്ടിങ് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. നമ്മൾ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ച് പോയല്ലോ, പക്ഷെ അത് അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്കെന്തോ ഛർദ്ദിക്കാൻ വരല്ലോ, എന്തോ വയ്യാഴികയൊക്കെ പോലെ. അപ്പം ഞാൻ നേരെ വന്ന് കിടന്നു. അപ്പം പാവം എൻ്റെ ബിബിൻ ഇന്നലെ ഞാൻ ന്യൂയോർക്കിൽ പോയപ്പം അവർ പിസ്സ മേടിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് പിസ്സ മിച്ചരിപ്പുണ്ടായിരുന്നു, അതെനിക്ക് കൊണ്ടു തന്നു. ഇത് ഇവിടെ പല ടൈപ്പ് പിസ്സ ഉണ്ട് കേട്ടോ. നാട്ടിലും പല ടൈപ്പ് ഉണ്ടല്ലോ. ഇത് ഇവിടുത്തെ പപ്പ ജോൺസ് എന്ന് പറഞ്ഞൊരു പിസ്സയാണ്. കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ എനിക്ക് കഴിക്കാൻ പറ്റും. ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് പിസ്സയാണ്. ഭയങ്കര ഒരു ടൊമാറ്റോയുടെ ഭയങ്കര ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ അത്രയില്ല. ഞാൻ കുറച്ചുകൂടെ നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. എനിക്ക് ഭയങ്കര എന്തോ പോലെ വല്ല പനിയെല്ലാം വരാനാണെന്ന് അറിയത്തില്ല. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒരു 3 മണിക്കൂർ ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഉറക്കമായിരുന്നു. ഇപ്പം ഐ ഫീൽ ഫ്രഷ്. സാധാരണ ഞാനിങ്ങനെ പകൽ ഉറങ്ങാറില്ല. എനിക്ക് പകൽ ഉറങ്ങി കഴിയുമ്പോൾ ഉറങ്ങാൻ തന്നെ കുഴപ്പമില്ല, പക്ഷെ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ല. മാക്സിമം പകലൊക്കെ ഉറക്കം വന്നാലും ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉറങ്ങാണ്ടിരിക്കാനായിട്ട് നോക്കും. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തളർന്നു പോകുന്നു മനസ്സിലായതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിയത്. ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ. ഇന്നും കൂടെ ഡിന്നർ സത്യത്തിൽ ലഞ്ച് നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. നമ്മൾ അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, ഒരു മാ ഡാങ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴത്തേനും വിവിനൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവിടെ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു റെസ്റ്റോറൻറ്റ്. അപ്പം ഞങ്ങൾ ചുമ്മാ സ്റ്റാർട്ടേഴ്സ് പോലെ ഞാനൊരു ഒക്ടോപ്പസിൻ്റെ ഫ്രൈയും ബിബിനൊരു 3-4 പീസുള്ള ഒരു സൂഷിയെ കഴിച്ചുള്ളൂ. പിന്നെ ഇവിടെ തിരിച്ചു വന്നിട്ട് ഞാനൊരു ചെറിയ പിസ്സ കഴിച്ചുള്ളൂ, അത്രയൊക്കെ തന്നെ കഴിച്ചുള്ളൂ. അപ്പോൾ ഇതുവരെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. സോ ഞാൻ താഴെ പോയി ബിബിൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ഞാൻ മാത്രം കിടന്ന് ഉറങ്ങിയോളന്ന്. ബിബിന് നല്ല ഉറക്കമായിരുന്നു. ബിബിൻ പതുക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ നടക്കട്ടെ. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്നതൊന്നും കഴിക്കാണ്ടിരിക്കുക. ഇന്നലെ നമ്മൾ ന്യൂയോർക്കിൽ റൂസ്വെൽറ്റ് ഐലൻഡിൽ പോയല്ലോ. അവിടെ ഫുള്ള് എനിക്കത് കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴുണ്ടായിരുന്നു. നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ ഇരുന്നില്ല, എല്ലാവരും കൂടെ ഓർക്കുന്നില്ല, റൂസ്വെൽറ്റ് ഐലൻഡ്. എന്നിട്ട് അവിടെ മൊത്തം ആ ഗൂസിൻ്റെ നമ്പർ 2 ആയിരുന്നല്ലോ. എനിക്ക് സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഈസി പരിപാടിയാണോ? എന്തോരം സാധനങ്ങളാണ് ഉള്ളത്. എനിക്കൊരു ടൈം പാസ്. ഞാൻ ഒരിക്കലും മക്ഡൊണാൾഡ്സിൽ പോയി കഴിക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും ഓർഡർ ചെയ്യാൻ. നിങ്ങൾ രണ്ടും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വരല്ലോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഐ എം ഗോയിങ് ടു ബൈ പാഡ് തായ്. ഓക്കെ, കുച്ചുവിനോടാണ് പ്രത്യേകമായിട്ട്. ഹാപ്പി മീൽ പരിപാടി നിർത്തി തോന്നുന്നു അല്ലേ?
ഇതാണ് ഇവിടെ. ഓ ഫിഫ വേൾഡ് കപ്പ് ആയതുകൊണ്ടുള്ള കപ്പ്. Me and your mom. എന്ത് മേടിച്ചാലും ഈ കപ്പ് കിട്ടുമോ? ഇതല്ലേ എന്ത് $8 I don't know who, but I തന്നെ അവിടെ. ഈ മീൽ ഡീലാണ് കുച്ചു എപ്പോഴും മേടിക്കുന്നത് അല്ലേ? ഫ്രൈഡ് ആപ്പിൾ പൈ മീൽ ഡീല്. ഇതിൽ 3 പേരുടെ പടമേ ഉള്ള കുച്ചു. Thank you, sir. ഈ ഏറ്റവും ആദ്യം ഇവിടെ ആയിരുന്നു വെയ്സില്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എവിടെയാണ് കുച്ചു ആക്കി പോയത്? big lots. ബിഗ് ലോട്ട്സിൽ പോയി. നോ, ദ വെരി ഫസ്റ്റ് ടൈം ഷീ വാസ് ഇൻ വെൻഡീസ്. പിന്നെ വെയ്സിലോട്ട് മാറി, പിന്നെ ബിഗ് ലോട്ട്സിലോട്ട് മാറി, പിന്നെ ബാർഗെയിൻ മാർക്കറ്റ്. നിന്റെ കടയത് അതിനകത്ത് ഇറങ്ങിയിട്ട് Remember I സെയിം തിങ്, ലെമണേഡ്. said the same thing today. ടുഡേ സെയിം ഡ്രസ്, സെയിം ഫുഡ്, സെയിം കുച്ചു, സെയിം അപ്പ, ബട്ട് ഐ ചേഞ്ച് മൈ ഡ്രസ്. കഴിക്കണ്ട, വീസ്റ്റേഴ്സിന് മേടിച്ചിട്ട് എൻ്റെ ഏഷ്യനിൽ വന്നിരുന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുഴപ്പമൊന്നും. Go anywhere. അതിനിപ്പോ എന്താ കുഴപ്പം? വീസ്റ്റേഴ്സിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഇല്ല, അവിടെ ഡ്രൈവ് ത്രൂ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കഴിച്ചില്ല. അവിടെ വാങ്ങിച്ചിട്ട് അവിടെ പുറത്തുനിന്ന് കഴിക്കാം. അവിടെ അവരുടെ അല്ല, അവിടെ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ എനിക്ക് കഴിക്കണ്ടേ? ഞാൻ നിങ്ങളെല്ലാം കഴിക്കുന്നത് നീ നോക്കിയിരിക്കണോ? അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കഴിച്ചാൽ അത് രസമില്ല. എന്താ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പോയപ്പോഴേ അതെനിക്ക് കൂട്ടില്ല. ഞാൻ ചൈനീസ് കഴിക്കാൻ പ്രശ്നം തരുന്നില്ല. അതാണ് ഏറ്റവും നല്ലത്. കുച്ചുവിന്റെ ഫുഡ് നമ്മൾ മെക്ഡൊണാൾഡ്സിന് മേടിച്ചു. എന്റെയും ബിബിന്റെയും നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരു ഏഷ്യൻ റെസ്റ്റോറന്റ് അതിന്റെ പുറകിലായിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവൻ മെയിൻ ആയിട്ട് മെക്ഡൊണാൾഡ്സിൽ നിന്ന് മേടിക്കുന്ന അവനൊരു എന്തോ ഒരു കപ്പ് അവിടെ നിന്ന് കിട്ടും. കളക്റ്റബിൾ കപ്പ്, ഈ ഫിഫ വേൾഡ് കപ്പിന്റെ എന്തോ ഒരു സംഭവം, ഒരു കപ്പ്. പക്ഷെ അവന് ഇത്തവണ അവരത് കൊടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ നമ്മൾ മെക്ഡൊണാൾഡ്സിന്റെ അകത്ത് കയറിയിട്ട് കപ്പ് ചോദിക്കാൻ പോവാണ്. This way. That's the front entrance. കൊച്ചു പോയി ചോദിക്കുവാ? അതിനൊരു ധൈര്യം ഉണ്ടോ? Wait, I want to see a collectible guy. ഇത് ബാക്ക് സൈഡ്. ഇവിടെ ഉണ്ട് പിന്നെ എൻട്രൻസ്. ഇതാണ് ആൾക്കാരുടെ. Oh, Dino, that's son. നിനക്ക് ആരുടെ വേണ്ട? ഇനി അവരോട് ചോദിക്കാം, അവരുടെ തരാവുന്ന ചോദിക്കും. നിനക്ക് വേണ്ട ആരുടെയാന്ന് വെച്ചാൽ തരാവുന്ന ചോദിക്കും. കിട്ടിയാ? തുറന്നു കാണിക്കാവാ? വൈ സോറി ഇറ്റ്സ് ഓക്കെ, സ്ലോലി തുറന്നാ മതി. ആരെയായിരിക്കും? വാട്ട് ഇഫ് യു ഗെറ്റ് ദ സെയിം പേഴ്സൺ? കാണിക്കാമേ. Somebody else. ഹു ഇസ് ദാറ്റ്? Henry. ഏ Henry. കാണിച്ചേ? This guy. ഹു? Henry. ഓക്കെ, ഹാപ്പി? Yeah. Oh, Thierry Henry, I know. France player. What are you doing? I'm trying to hold up. Wow, entrance is so cool. Order. ഞാൻ 2 ഐറ്റം ഓർഡർ ചെയ്തിട്ട് വേണേ. What's the other Vietnamese one? I don't know. What do you think it was? I will order some starters and some main dish also. How are you doing? Good. Nice to meet you. Nice to meet you. Yeah. So any drink for you first? വെള്ളം മതിയില്ലേ? വാട്ടർ ഇസ് ഫൈൻ. Water? Two water, right? Okay, got you. താങ്ക് യു. ഒരു സൂപ്പും പറയാം, ഒരു ആപ്പറ്റൈസറും പറയാം, പിന്നെ 2 മെയിൻ കോഴ്സും പറയാം. ആപ്പറ്റൈസർ I want chicken pad thai, please. ഡിംസമും പറയാം, ഹോട്ട് ആൻഡ് സോർ സൂപ്പും പറയാം. അല്ല, ഇവന് പാറ്റ മേടിച്ചു കൊടുക്കുന്നുണ്ടോ? മീൻ ഷെയർ ചെയ്യാം. ഉണ്ടല്ലോ അതാ ഷെയർ ചെയ്തോളൂ. എങ്കിൽ ഞാനൊരു ഷ്രിംപ് പാറ്റയും പറയാം, മീൻ ചിക്കൻ പാറ്റയും പറയാം. ഓക്കെ? ഞാൻ ഹൗസ് സ്പെഷ്യൽ. Can you have soup? Valeria. എനിക്കിഷ്ടമായി സൂപ്പ്. സോ ഗുഡ് വിന. ഇതാണ് സൂപ്പ്. ഞാൻ ഇതാണ് അന്വേഷിച്ചിരുന്നത്, സൂപ്പ്. ഐ ലവ് ദിസ് സൂപ്പ്. I'll taste this. സോ ഗുഡ്. മഷ്റൂംസ് ആർ ഗുഡ്. എന്റെ കുച്ചു അവസാനം നീ സമ്മതിച്ച്. വാ.
What's a pepper oopa, Ma? സോൾട്ട് Pepper what? സോൾട്ട് സോ ഗുഡ്. Left noodles. അപ്പൊ ശരി, ഞാൻ കഴിക്കട്ടെ. നടക്കുന്നുണ്ടോ അതിനെ? പോവാം. അപ്പോൾ ശരി ഗായ്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ 1 മണിക്കൂർ നടക്കാൻ പോവാണ്. നേരത്തെ ഞാൻ നടക്കാൻ ഇറങ്ങിയെങ്കിലും കാര്യമായിട്ട് അധികം നേരം നടന്നില്ല. അപ്പോൾ നമ്മൾ നടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി അടുത്തത് ഞാൻ ഉടനെ തന്നെ എൻ്റെ ന്യൂയോർക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.